നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ലളിതമായി ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഭയങ്കര ശക്തമായൊരു കാര്യമാണ് പുഞ്ചിരി, അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടില് ഒരു പുഞ്ചിരിക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, അതിന്റെ ശക്തി എന്താണ് എന്നൊക്കെയാണ്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ സംസാരിക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഈ ഒരു വാക്കാണ്: നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നത് ഒരു സദക്കയാണ്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ ഉപദേശം പോലെ തോന്നാം, പക്ഷേ ഇതിന് വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട്. ഇവിടെ സദക്ക എന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ഈ സദക്ക? ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ സ്വമേധയാ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യത്തെയും ദാനത്തെയും സദക്ക എന്ന് പറയാം. സാധാരണ നമ്മൾ ദാനമെന്ന് കേൾക്കുമ്പോൾ ഓർക്കുന്നത് പണം കൊടുക്കുന്നതിനെക്കുറിച്ചാണ്, അല്ലേ? പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഒരു പുഞ്ചിരി പോലും ഒരു വലിയ ദാനമാണെന്നാണ്. അതിന്റെ അർത്ഥം എന്താ? പുഞ്ചിരി എന്ന് പറയുന്നത് വെറുമൊരു സാമൂഹിക മര്യാദയോ അല്ലെങ്കിൽ ഒരു പൊലൈറ്റ്നെസ്സോ മാത്രമല്ല, അത് ദൈവത്തിനുള്ള ഒരു ആരാധനയായി മാറുകയാണ്. ചിന്തിച്ചു നോക്കൂ, മറ്റൊരാൾക്കൊരു ചെറിയ സന്തോഷം കൊടുക്കുന്നതിലൂടെ നമ്മളൊരു പുണ്യകർമ്മം ചെയ്യുകയാണ്. ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം. ഈയൊരു ആശയം നമുക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കണം. അദ്ദേഹം എങ്ങനെയാണ് ഇത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു തന്നതെന്ന് നമുക്ക് അടുത്തതായിട്ട് കാണാം. പ്രവാചകന്റെ കൂടെ ജീവിച്ച് അദ്ദേഹത്തിന്റെ അനുചരന്മാർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ശരിക്കും ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന് അബ്ദുല്ല ബിൻ ഹാരിസ് പറയുന്നത് കേൾക്കൂ: ഞാൻ അല്ലാഹുവിന്റെ ദൂതനേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന മറ്റൊരാളെയും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? അദ്ദേഹത്തിന്റെ പുഞ്ചിരി അത്ര അധികം പ്രകടമായിരുന്നു, അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു എന്നല്ലേ? ഇനി വേറൊരാളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കാം. ജരീർ ബിൻ അബ്ദുല്ല പറയുകയാണ്: ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം എപ്പോഴൊക്കെ പ്രവാചകൻ എന്നെ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് എന്താണ്? ആർക്കും എപ്പോഴും പേടിയില്ലാതെ സമീപിക്കാൻ പറ്റുന്ന അത്രയ്ക്കും സ്നേഹമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്നാണ്. പ്രവാചകന്റെ മാതൃക നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി ഇത്രയും സിമ്പിൾ ആയ ഈ ഒരു പ്രവൃത്തിക്ക്, അതായത് പുഞ്ചിരിക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും എന്തൊക്കെ ഗുണങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് നോക്കിയാലോ? സത്യം പറഞ്ഞാല് ഒരു പുഞ്ചിരിക്ക് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ പറ്റും. ഒന്നാമതായി, അത് മനുഷ്യരുടെ മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കും. സമൂഹത്തില് സമാധാനവും നല്ല ബന്ധങ്ങളും വളർത്തും. സ്വാഭാവികമായും കലഹങ്ങളൊക്കെ കുറയാനും ഇത് സഹായിക്കും. അതുമാത്രമല്ല, ഒരു പുഞ്ചിരിക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റും. വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് അതൊരു ആശ്വാസമായേക്കാം. ആത്മവിശ്വാസം കുറഞ്ഞ ഒരാൾക്ക് അതൊരു ധൈര്യമായേക്കാം. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാം പഠിപ്പിച്ച ഈ കാര്യത്തിന് ഇന്ന് മോഡേൺ സയൻസിന്റെ വരെ സപ്പോർട്ടുണ്ട്. ശരിയാണ്, നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയുമെന്നും അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമെന്നും പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇത് വെറുമൊരു വിശ്വാസം മാത്രമല്ല, ശാസ്ത്രീയമായും ഇതിന് അടിസ്ഥാനമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതൊക്കെ വളരെ നല്ല ആശയങ്ങൾ തന്നെയാണ്. പക്ഷേ അടുത്ത ചോദ്യം ഇതാണ്: ഇത് എങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ പറ്റും, അല്ലേ? ശരി, നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഇത് ശരിക്കും വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്: എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ആളുകളെ, അതൊരു പരിചയക്കാരനാകാം അല്ലാത്തവരാകാം, ഒരു പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്യുക. രണ്ടാമതായി, നമ്മുടെ വീട്ടിലുള്ളവരോടും കൂട്ടുകാരോടും സംസാരിക്കുമ്പോൾ എപ്പോഴും മുഖത്തൊരു പ്രസന്നത വയ്ക്കുക. ഇനി മൂന്നാമത്തേത്, അപരിചിതർക്ക് നേരെ ഒരു ചെറിയ പുഞ്ചിരി നൽകുന്നത് പോലും വലിയ മാറ്റങ്ങൾ വരുത്തും. പക്ഷെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് ഒരുപക്ഷെ ഇതായിരിക്കും: ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും ഒരു പുഞ്ചിരി മുഖത്ത് നിലനിർത്താൻ ശ്രമിക്കുക. ഇത് നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്കും വലിയൊരു ശക്തിയായിരിക്കും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയമെന്താണ്? പുഞ്ചിരി എന്നത് നമ്മുടെ ചുണ്ടിൽ വിരിയുന്ന ഒരു ഭാവം മാത്രമല്ല, അതിനപ്പുറം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു എക്സ്പ്രഷനാണ്. ഈ ഒരു ആശയം ഖുർആനിലെ ഒരു വചനത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്: വിശ്വാസികളോട് സൗമ്യതയോടെ പെരുമാറുക. ആ പറയുന്ന സൗമ്യതയുടെയും സ്നേഹത്തിന്റെയും ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ശക്തമായ രൂപമാണ് ഒരു പുഞ്ചിരി. ഇന്നത്തെ ഈയൊരു ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാനൊരു ചോദ്യമുണ്ട്: നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി ഇന്ന് ആരുടെ ദിവസമായിരിക്കും പ്രകാശമാനമാക്കാൻ പോകുന്നത്?